Good morning. Okay, good morning. ഞാൻ മിസ്സിൽ ലീവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കയറിയത് കേട്ടോ. ഓക്കെ ഓക്കെ സനു, ഗുഡ് മോർണിംഗ്. Good morning, ma'am. ഓക്കെ, എന്തായി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എല്ലാവരും? Yes, ma'am. Yes, ma'am. തുടങ്ങാം. അപ്പൊ അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നലെ നമ്മള് ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അതുവരെ വായിച്ചു നോക്കിയോ? നിങ്ങള് വായിച്ചു നോക്കിയോ? എല്ലാവരും മനസ്സിലായോ? വായിച്ചിരുന്നു അല്ലെ? കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്? മാം, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ ഏതാ എടുക്കുന്നത്? ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇന്നലെ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ, ഫിനിഷ് ചെയ്തിരുന്നു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ കേട്ടോ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് കേട്ടോ. ആ ചാപ്റ്ററിന്റെ നിങ്ങളുടെ എത്രാമത്തെ നമ്പറായിട്ട് കിടക്കുന്നതിനും പേജ് നമ്പറും മെൻഷൻ ചെയ്യാമോ? 50. എല്ലാവരും ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ, ഓൾ മ്യൂട്ട് കൊടുക്കാണ്. ഓക്കെ, അപ്പം ഡയാലിസിസ് എന്ന് പറഞ്ഞ ഇന്നലെ നമ്മൾ ഫിനിഷ് ചെയ്ത ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണം കേട്ടോ. അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസും മറ്റും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ടൊക്കെ ഉണ്ടല്ലോ, ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, വാസ്കുലർ ആക്സസ് കത്തീറ്റർ, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പ്രത്യേക ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്ന അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ സാധാരണ അസുഖം വന്നു കഴിഞ്ഞാല് ചികിത്സിക്കാനായിട്ട് പോകുന്ന സ്ഥലമാണ് എന്ത്? ഹോസ്പിറ്റൽ. അവിടെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് അസുഖം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അങ്ങനെ വരും കേട്ടോ. അതാണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. അക്വയർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആർജിക്കുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ നിന്നും നമുക്കുണ്ടാകുന്ന അണുബാധകള് അല്ലെങ്കിൽ അണുബാധയാണ് കേട്ടോ. അതാണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യം നമ്മുടെ പേഷ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ അവരുടെ ബൈസ്റ്റാൻഡർ ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഈ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരുണ്ട്. മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾക്കുക. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം, അതിനുശേഷം നമുക്ക് വായിക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഈ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു ഇൻഫെക്ഷനെ പറ്റി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട്? കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പഠിക്കാം കേട്ടോ. അതായത് ഈ ഒരു ഇൻഫെക്ഷന് പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയാ. എന്താണ് പറയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയും. ഓക്കെ, ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന വാക്ക് നമുക്ക് അത്ര എന്തല്ല ഫെമിലിയർ അല്ല, നമുക്ക് അത്ര പരിചിതമായിട്ടുള്ളൊരു വേർഡ് അല്ല. അപ്പൊ എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് അറിയണം. ഓക്കെ, അപ്പൊ നോസോ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും രോഗം എന്നാണ്. രോഗം അല്ലെങ്കിൽ അസുഖം എന്നാണ് നോസോ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ കോമിയൽ എന്ന വാക്ക്
കൊമിയോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. ഓക്കെ, കോമിയൽ, നോസോകോമിയൽ എന്നാണ് നമ്മൾ പറയാ. അതിൽ കോമിയൽ എന്ന് പറയുന്നത് കോമിയോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? രോഗം ശുശ്രൂഷിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. രോഗം ശുശ്രൂഷിക്കുന്ന സ്ഥലം ഏതാണ്? ഹോസ്പിറ്റലാണ്, അല്ലെ? ഓക്കെ, അപ്പോ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന രോഗബാധ, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. പിന്നെ മറ്റൊരു പേരും കൂടെ ഇതിന് പറയും. എന്താണെന്നറിയാമോ? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഇതുകൂടെ പറയും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് ഇതിനെ പറയാറുണ്ട്. കാര്യം നമുക്കറിയാം, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, ഹോസ്പിറ്റല് അല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കുകള്, റീഹാബിലിറ്റേഷൻ സെന്റർ, അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖമായതുകൊണ്ട് അതിന് അങ്ങനെയും പറയാറുണ്ട്. അപ്പൊ നമ്മൾ 3 പേരുകളാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, അഥവാ നമ്മൾ HAI എന്നാണ് ഷോർട്ട് ആക്കിയിട്ട് പറയാം കേട്ടോ. HAI എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നും നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും പിന്നെ എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും അങ്ങനെ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ പറയുന്ന മറ്റൊരു പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതുകൂടാതെ വേറൊരു പേരും കൂടെ പറയും, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയും കേട്ടോ. ഇനി എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ നമ്മളത് ഒരു സമയം വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. സമയം വെച്ചിട്ടാണ് അത് പറയാറ്. അതായത് ഏതെങ്കിലും ഒരു രോഗി ഏതെങ്കിലും ഒരു രോഗം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാണ്. അപ്പോ ഈ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഏതെങ്കിലും രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്, ആശുപത്രിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പറയുന്ന ചില രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതോടൊപ്പം തന്നെ ചില രോഗികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ വിടുന്നത് വരെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ശരീരത്തിൽ എന്ത് പ്രവേശിച്ചിരിക്കും? രോഗാണു പ്രവേശിച്ചിരിക്കും. ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ട് വന്നേക്കാം. അതിനെ നമുക്ക് എന്താന്ന് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ വരുന്നത് ഇപ്പൊ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണ് ഇരിക്കുന്നത്. സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് അതൊരു 30 ദിവസം വരെയും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞ ഭാഗത്ത് ഈ പറയുന്ന ചുവന്ന തടിക്കുക, അല്ലെങ്കിൽ അവിടെ പസ് പോലെ പഴുപ്പ് പോലെ വരിക, അതിനെ തുടർന്ന് പനി വരിക. അപ്പൊ അതൊക്കെ 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൂടിയും അതിനെ നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ പൊതുവെ നമ്മളൊരു സമയം വെച്ചിട്ടാണ് കേട്ടോ അത് പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല്, നമ്മുടെ രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. മനസ്സിലായോ? ഈ ആശുപത്രിയിൽ ഇവര് പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. അതിനുശേഷമാണ്, അഡ്മിറ്റ് ആയതിനു ശേഷമാണ് അവർക്ക് ഈ രോഗബാധ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആശുപത്രിയിൽ നിന്നും അവർക്കൊരു രോഗബാധ ഏൽക്കാണ്, അണുബാധ ഉണ്ടാവാണ്. അത് മറ്റു പല അസുഖങ്ങൾക്കും കാരണമാവാണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന അണുബാധയാണ്. കാര്യം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷമാണ് അവർക്ക് ഈ അണുബാധ വരുന്നതും അതൊരു അസുഖമായിട്ടൊക്കെ മാറുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന അസുഖം ഉണ്ടാവുന്നത്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എങ്ങനെയുണ്ടാകുന്നത്? സാധാരണ നമ്മുടെ രോഗാണുക്കൾ, അതായത് നമ്മുടെ ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ചിലതരം പാരസൈറ്റ്സ്, അതുമൂലമാണ് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ചില മൈക്രോ ഓർഗാനിസംസ്, ചിലതരം ബാക്ടീരിയ, ചില വൈറസുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട്. അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചാലും നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവാം. എന്ന് പറയാൻ നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. അതുകൂടാണ്ട് ഔട്ട്സൈഡ്, പുറത്തു നിന്നും നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവും. പുറത്തുനിന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് അവിടുത്തെ വായുവിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പല അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല്, ഇത്തരം അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള ചെറിയൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിന് തന്നെയുണ്ട്.
ഓക്കെ, ഇത്തരത്തിലുള്ള അണുബാധകൾ, ഇത്തരം അണുക്കളെ പ്രിവെന്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലി, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വായുടെ ഉൾഭാഗം അല്ലെങ്കിൽ കുടലിനൊക്കെ ആവരണം ചെയ്തിരിക്കുന്ന ചില പ്രത്യേക തരം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതെന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്തേക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിങ്സ് ഒക്കെ, നമ്മുടെ മൂക്ക്, നമ്മുടെ വായ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ പറയുന്ന ഇത്തരം അണുക്കളെയൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ചില സെറ്റപ്പുകൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മൾ ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുക്കും, അല്ലെങ്കിൽ മറ്റു പല പ്രൊസീജിയറുകൾ, ഇപ്പൊ കാർഡിയക് സർജറികൾ, അല്ലെങ്കിൽ ഇപ്പൊ ഡയാലിസിസ് മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബാരിയേഴ്സിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സിറിഞ്ച് വെച്ച് നമ്മുടെ കൈകളിൽ കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സർജറി മറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ എന്താണ് ഇൻസിഷൻസ്, മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കത്തീറ്റർ ഒക്കെ ഘടിപ്പിക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ എന്ന് പറയുന്ന നാച്ചുറൽ ബാരിയറിന് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ശരിക്കും അവിടെ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇത്തരം കത്തീറ്ററുകളും ട്യൂബുകളൊക്കെ നമ്മൾ കയറ്റി വിടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ട്യൂബുകൾ വഴിയായിട്ടും ഈ പറയുന്ന ഇൻഫെക്ഷൻസ്, അണുക്കള് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രീതിയിലൊക്കെ എന്ത് വരുന്നുണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 30% നോസോകോമിയൽ ഇൻഫെക്ഷൻസ് മൂലം ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. പക്ഷെ അധികം അത് അങ്ങനെ പുറത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും എന്താണ്, പ്രായം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രായം കൂടുന്തോറും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ടും കുറയും, അല്ലെ, നമ്മുടെ പ്രതിരോധ ശക്തി കുറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഡയാലിസിസ് പേഷ്യൻസ്, മറ്റു പല ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഇത്തരം നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് പൊതുവായിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ സിംറ്റംസുകൾ, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകളിൽ നിന്നാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഈ മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് കുറച്ച് 5 മോഡുകൾ, നമുക്ക് 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ പ്രിവെന്റ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇങ്ങനൊരു ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫാർമസി പറഞ്ഞപ്പോൾ ഫാർമസിക്ക് ഒരു ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഇല്ലേ, എന്നതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയൊക്കെ നിലവിലുണ്ട്. അതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? ഏകദേശം എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ചെറിയൊരു ഐഡിയ മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വായിക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം നമുക്ക്. എ ഹോസ്പിറ്റൽ അക്വയർഡ് infection is also known as a nosocomial infection. Important ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് നോസോകോമിയൽ ഇൻഫെക്ഷൻ. മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ആ വേർഡിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രാക്കറ്റിൽ നോക്ക്. The word nosocomial is derived from the Latin word nosocomion. ഇതാണ് നോസോകോമിയോൺ, വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കേട്ടോ. അതായത് നോസോകോമിയൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള നോസോകോമിയോൺ എന്ന വാക്കിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ് ലാറ്റിൻ വേർഡിന്റെ അർത്ഥം? എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് അർത്ഥം കേട്ടോ. എന്താണ് അതിന്റെ മീനിങ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷൻ that is acquired in a hospital or other health care facility.
It is also called health care associated infection. അപ്പൊ മൂന്നാമത്തെ പേര് നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? കാര്യം ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നൊക്കെ ഈ പറയുന്ന അസുഖങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് എന്തും പറയാറുണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 3 പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കാം. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories or other clinical settings. നമ്മൾ പറഞ്ഞതല്ലേ ഇവിടെ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാം. അതായത് പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നിന്ന്, മറ്റുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, നഴ്സിംഗ് ഹോംസ്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ, ഡയഗ്നോസ്റ്റിക് എന്താ പറയാ ലബോറട്ടറീസ് അല്ലെ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ രോഗികൾക്ക് മാത്രമല്ല ഉണ്ടാവുന്നത്. രോഗികളുമായിട്ട് ഇടപെടുന്ന ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, അറ്റൻഡേഴ്സ്, ഇവർക്ക് ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ രോഗികൾക്ക് മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും എന്ത് വരാം, ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നോക്കാം, ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ അല്ലെ, ബിസൈഡ്സ് ടു ദ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്, ബെഡ് ലിനൻസ് ഓർ എയർ ഡ്രോപ്ലെറ്റ്. എന്നല്ല കേട്ടോ, എയർ ഡ്രോപ്ലെറ്റ്. അപ്പോ ഈ പറയുന്ന പേഷ്യൻസിന് മാത്രമല്ല, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അവരും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് എന്താണ് അവർക്ക് വരുന്നുണ്ട് അല്ലെ. കാര്യം ഇപ്പൊ ഒരു പേഷ്യൻസ് ആയിട്ട് ഇടപെടുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ അവർ വേണ്ട വിധത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കാതെ മറ്റൊരു പേഷ്യന്റിന്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യപ്പെടാം അല്ലെ. അപ്പൊ ആ രീതിയിൽ സംഭവിക്കാം. അതുപോലെ ബിസൈഡ്സ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്, ബെഡ് ലിനൻസ് ഓർ എയർ ഡ്രോപ്ലെറ്റ്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, ഇത്തരം അണുക്കളെയൊക്കെ വഹിക്കാൻ സാധ്യതയുള്ള ധാരാളം എക്യുപ്മെന്റ്സുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലെ, CSST ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കാരണം എക്യുപ്മെന്റ്സ് ഒക്കെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്തരം അണുബാധകളെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ അവര് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്, ബെഡ് ലിനൻസ്, അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, ഈ പറയുന്ന ബെഡ്ഷീറ്റുകൾ, പില്ലോ കവർ, കർട്ടൻസ്, എന്തിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് എയർ ഡ്രോപ്ലെറ്റ്. ഇപ്പൊ രോഗികളായിട്ടുള്ള ആളുകൾ അവര് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ഈ പറയുന്ന ഡ്രോപ്ലെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, ബോഡി ശ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ നിന്നുമൊക്കെ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നോക്കാം. It can also originate from the outside environment, another infected patient, staff who are infected, or in some cases the source of the infection cannot be ascertained. അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിനുള്ളിലും ഈ പറയുന്ന വൈറസുകള്, ബാക്ടീരിയകള്, ഫംഗസ്, പാരസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുമൂലം നമുക്ക് ഇൻഫെക്ഷൻ വരാം. അതല്ലാതെ ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് കിട്ടാം. ചില സന്ദർഭങ്ങളിൽ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അസർട്ടൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഓക്കെ, ഇൻ സർട്ടൈൻ കേസസ് ദ മൈക്രോ ഓർഗാനിസം എമർജസ് ഫ്രം ദ പേഷ്യന്റ്സ് ഓൺ സ്കിൻ, becoming opportunistic after the surgery. നേരത്തെ പറഞ്ഞ അതേ കാര്യം കേട്ടോ. നമ്മുടെ പേഷ്യന്റിന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ, ഇപ്പൊ പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർജറി കഴിഞ്ഞ ഭാഗത്ത് വല്ല തടിപ്പോ അല്ലെങ്കിൽ അവിടെ വല്ല പസ് പോലെ വരുമോ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് a tendency to lack proof that it was present when the patient got into the healthcare setting, thus meaning it was an acquired post-admission. എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, സാധാരണ രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. അതിനുശേഷമാണ് അവർക്ക് ഈ പറയുന്ന രോഗബാധ ഏൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന പേര് പറയാനുള്ള കാരണം. ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന രോഗം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം പ്രവേശിക്കുന്ന സമയത്ത് അവർക്ക് ഈ അസുഖമില്ല, അതിനുശേഷമാണ് അവർക്കത് വരുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന
പേരുകൾ പഠിച്ചു വെക്കുക കേട്ടോ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നും പറയാം കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ എന്താണ് നോസോകോമിയ എന്നുള്ളത് ഒരു ഐഡിയ മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. പിന്നെ ഓർക്കുക, നോസോകോമിയൻ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഈ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ഹോസ്പിറ്റൽ എന്നാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കി, ഒരു 2 മിനിറ്റ് ഒന്ന് വായിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ഇനി ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു, സാധാരണ നമ്മളൊരു സമയം വെച്ചിട്ടാണ് ഇത് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കി, ഫോർ HAI എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ HAI എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഫെക്ഷൻ മസ്റ്റ് എറൈസ്. ഇപ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഠിക്കണം. up to 48 hours after hospital admission. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് രോഗി ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. എന്താണ്? അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയാം. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, അതായത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസങ്ങൾക്ക് ശേഷം, 2-3 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഞാൻ പറഞ്ഞു, സാധാരണ ചിലപ്പോൾ ആ ഒരു രോഗിക്ക് ആശുപത്രി വിടുന്നത് വരെ യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷെ അയാളുടെ ശരീരത്തിൽ എന്ത് പ്രവേശിച്ചിട്ടുണ്ടായിരിക്കും? രോഗാണു പ്രവേശിച്ചിട്ടുണ്ടാവും. ഇയാള് വീട്ടിലെത്തി 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പറയുന്ന ലക്ഷണങ്ങൾ പുറത്തോട്ട് വരുന്നത്. അതും എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ പറയുന്നത് നോക്കൂ, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ ദ റീസൺസ് ആക്സെപ്റ്റ് ഫോർ ദ ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗികള് എന്താണ്, അണുബാധയല്ലാത്ത ഇൻഫെക്ഷൻ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇൻഫെക്ഷൻ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ സർജറിയുടെ ഭാഗമായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിനും ആർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. അഡ്മിഷന് ശേഷം 48 മണിക്കൂറിന് ശേഷം, അതുപോലെ അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെൻ സംവൺ വാസ് അഡ്മിറ്റഡ് ഫോർ ദ റീസൺ ആക്സെപ്റ്റ് ഫോർ ദി ഇൻഫെക്ഷൻ. അണുബാധയല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ? അടുത്തത് ദ മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ആണ്. ഇനി പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? സാധാരണയായിട്ട് കണ്ടുവരുന്ന ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. താഴെ തന്നിരിക്കുന്നവയില് നോസോകോമിയൽ ഇൻഫെക്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നാമത് നോക്കി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ UTIs കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയുന്ന ഒരു അസുഖമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമുക്കറിയാം, വളരെ സിവിയർ ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിലൂടെ കത്തീറ്റർ ഒക്കെ കടത്തേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പറയുന്ന അണുബാധകൾ ഏൽക്കാനുള്ള ചാൻസും അവിടെ കൂടുതലാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്. രണ്ടാമത്തത് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അല്ലെ. സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ആ സർജിക്കൽ സൈറ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക അല്ലെ. അവിടെ പാടുകൾ, ഈ പറയുന്ന പോലെ വേദന വരിക, പഴുപ്പ് വരിക, അതിനെ തുടർന്ന് പനി വരിക, അതൊക്കെ എന്താണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്.
പിന്നെ വരുന്നത് ഗ്യാസ്ട്രോ എന്ററൈറ്റിസ് ആണ് കേട്ടോ. ഗ്യാസ്ട്രോ എന്ററൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റൊമക്ക് ഫ്ലൂ എന്നൊക്കെ പറയാം കേട്ടോ. അതായത് നമുക്ക് ഡയേറിയ പോലെയൊക്കെ വരുന്ന ഒരവസ്ഥ, വയറുവേദന, വയറിളക്കമൊക്കെ വരിക, അതായത് നമ്മുടെ അബ്ഡോമിനൽ ആ ഒരു ലൈനിങ്ങിന് വരുന്ന ഇൻഫെക്ഷൻ ആണ് കേട്ടോ ഗ്യാസ്ട്രോ എന്ററൈറ്റിസ് എന്ന് പറയുന്നത്. അത് ഉദര സംബന്ധമായിട്ടൊക്കെ വരുന്ന ഇൻഫെക്ഷൻസ് ആണ്, പ്രത്യേകിച്ച് ഡയേറിയ, വോമിറ്റിങ്, അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള വയറുവേദന, വയറിളക്കം, ഛർദി, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് മെനിഞ്ചൈറ്റിസ്, അല്ലെ. എന്താണ് മെനിഞ്ചൈറ്റിസ്? നമുക്കറിയാം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്പൈനൽ കോഡ്, അതിനെയൊക്കെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണ്, ഇൻഫ്ലമേഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇത്തിരി ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണത്. പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിന്, നമ്മുടെ സ്പൈനൽ കോഡൊക്കെ സുഷുമ്ന, ഇതിനെയൊക്കെ ആവരണം ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ഇൻഫെക്ഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും ഒരു എന്താ പറയാ ഇതും ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ എന്ന് പറയുന്നത് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, ഗ്യാസ്ട്രോ എന്ററൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ. ഇതൊക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മള് എപ്പോഴൊക്കെയാണ് സിംറ്റംസുകൾ, നമുക്ക് അടുത്ത് പഠിക്കേണ്ട സിംറ്റംസുകളാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദ സിംറ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻസ് മേ കൺസിസ്റ്റ് ഓഫ്. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് പൊതുവെ ഇൻഫെക്ഷൻസിന്, നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഇപ്പൊ മുറിവിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഈ പറയുന്ന ശ്രമങ്ങളൊക്കെ വരാം. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പഴുപ്പ് വരിക, അല്ലെങ്കിൽ അത്തരം മുറിവുകളിൽ നിന്നൊക്കെ പസ് ഫോം ചെയ്യുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് കേട്ടോ, ഈ മുറിവുകളിൽ നിന്നും വരുന്ന ശ്രമങ്ങള്. അതുപോലെ തന്നെ ഫീവർ, അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പനി, അല്ലെ, ഫീവർ. പിന്നെന്താണ് കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, നമുക്ക് ചുമ വരും. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ശ്വാസം മുട്ടല് പോലെ, അല്ലെ, നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരിക. ഓക്കെ, അതാണ് സഫോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ശ്വാസം എടുക്കാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് പോലെയുള്ള ഒരു ഫീലിംഗ് വരിക കേട്ടോ. പിന്നെന്താണ് ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, അല്ലെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ യൂറിനേഷൻ സമയത്ത് ഒരു ബേണിംഗ് സെൻസേഷൻ നമുക്ക് അനുഭവപ്പെടും, ഒരു കൊള്ളുന്ന പോലെ, ഒരു പുകച്ചില് പോലെ തോന്നുക, അതുപോലെ യൂറിനേഷന് ബുദ്ധിമുട്ടുകൾ വരിക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അതുപോലെ ഹെഡ് ഏക്ക്, അതായത് വളരെ തലവേദന വരിക. പിന്നെ നോസിയ, നോസിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഓക്കാനമാണ്, അല്ലെ, നമുക്കൊരു വോമിറ്റിംഗ് ടെൻഡൻസി, ഇതാണ് നോസിയ എന്ന് പറയുന്നത്. പിന്നെ വോമിറ്റിംഗ്, ഛർദി വരിക, ഡയേറിയ, വയറിളക്കം, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ, ലക്ഷണങ്ങളാണ്. പുറത്ത് വെക്കാണ്ട് ഇതൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസുകളാണ് ഈ പറഞ്ഞത് കേട്ടോ. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, ഫീവർ, കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ, ഹെഡ് ഏക്ക്, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ, ഇതെല്ലാം തന്നെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അത്തരം സിംറ്റംസുകളാണ് പൊതുവായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി നോക്കാം. The people who experience the new symptoms in the course, the same may also experience pain and irritation at the infection site. Many will experience noticeable symptoms. അത് കൂടാതെ നമ്മൾ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾ, അവർക്ക് ഇൻഫെക്ഷൻ ബാധിച്ച ഭാഗങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര പെയിൻ അനുഭവപ്പെടുക, മറ്റേതെങ്കിലും ഇറിറ്റേഷൻസ് അനുഭവപ്പെടുക. ചില ആളുകൾക്ക് വളരെ പ്രകടമായിട്ട് തന്നെ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. പൊതുവായിട്ട് കണ്ടുവരുന്ന സിംറ്റംസുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ, അത് എപ്പോഴൊക്കെയാണ് ഇത്തരം ലക്ഷണങ്ങൾ, നമ്മൾ പറഞ്ഞൊരു ടൈം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴൊക്കെയാണ് ഇത് ഈ ലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രകടമായിട്ട് വരുന്നത്. ആ ടൈമും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പൊതുവായിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസുകൾ ഏതൊക്കെയാണ്, അതിന്റെ സിംറ്റംസുകൾ ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അതെല്ലാം പറഞ്ഞതെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സോഴ്സുകൾ, ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പൊ അതൊരു പിക്ചർ ആയിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിൽ കൊടുത്തേക്കുന്നത് കംപ്ലീറ്റ് പോയിന്റുകളാണ് കേട്ടോ. ഇതാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിന്റെ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സോഴ്സിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. നോക്കൂ, ഒരു കണ്ടോ, ഒരു പേഷ്യന്റ് കിടക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് വരാമെന്നുള്ള സാധ്യതകളാണ് അവിടെ എഴുതിയിരുന്നത് കേട്ടോ.
ഫസ്റ്റ് വൺ നോക്കൂ, അതർ പേഷ്യൻസ് അല്ലെ, മറ്റുള്ള രോഗികളിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, അതർ പേഷ്യൻസ്. അതുപോലെ തന്നെ വിസിറ്റേഴ്സ് അല്ലെ, സന്ദർശകര്, പ്രത്യേകിച്ച് നമുക്കറിയാം രോഗികള് കാണാനായിട്ട് വിസിറ്റേഴ്സ് വരുമ്പോൾ അവരിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്. അതുകൂടാതെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും, ഹോസ്പിറ്റൽ പേഴ്സൺ എന്ന് പറയുന്ന ഡോക്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സുമാരിൽ നിന്നോ മറ്റനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നോ ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, അടുത്തത് എന്താണ്, സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ, സർജിക്കൽ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ എയർ അല്ലെ, നമുക്ക് വായുവിൽ നിന്നും ഉണ്ടാവാം. പിന്നെ വാട്ടർ ഓർ ഫുഡ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം, അതൊക്കെ വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്തത്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു വിധപ്പെട്ട അറിയാവുന്ന സോഴ്സുകളാണ്. ഇനിയുള്ളതൊന്ന് നോക്കണം കേട്ടോ. അടുത്തതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ് ഉദ്ദേശിക്കുന്നത്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ പേഷ്യന്റിന്റെ, നമ്മുടെ രോഗിയുടെ, നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടാവുന്ന മൈക്രോ ഓർഗാനിസംസ് മൂലം നമുക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലുണ്ട് വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, ചിലതരം പാരസൈറ്റുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ക്രമാതീതമായി വർദ്ധിച്ചാൽ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. അത് എൻഡോജിനസ് ഏജൻസ് എന്നാണ് നമ്മൾ പറയാം. എൻഡോജിനസ് ഏജൻസ് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ഏജന്റുകൾ വഴിയായിട്ട് നമുക്ക് ഈ പറയുന്ന അസുഖം. അതിനെയാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞത്. That means it is the collection of microorganisms that live inside the body of a healthy person. അതായത് ഒരു ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ വസിക്കുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഒരു കൂട്ടം. Okay, it is the collection of microorganisms that live inside the body of a healthy person. അതിനെയാണ് നമ്മൾ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെക്കണം കേട്ടോ, പിന്നീട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നരുത്. പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് മൂലം നമുക്ക് ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവും കേട്ടോ. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് പ്രസന്റ് ഇൻ ദ ബോഡി ഓഫ് എ ഹെൽത്തി പേഴ്സൺ കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. അടുത്തതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഇതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തില് അണുബാധകള് അല്ലെങ്കിൽ അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള ഈ പറയുന്ന മറ്റു പല നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കും അല്ലെ, അതിനെയാണ് നമ്മൾ ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള ചില എന്താ പറയാ, അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവ വസ്തുക്കൾ. ഇപ്പൊ എന്തെങ്കിലും തുണിത്തരങ്ങളാവാം അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബെഡ് ലിനൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, പാത്രങ്ങളാവാം അല്ലെങ്കിൽ യൂട്ടൻസിൽസ് നമ്മുടെ പാത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിവൈസസുകളോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളോ കർട്ടനുകളോ പില്ലോ കവറോ, ഇതിലൊക്കെ എന്താണ് ഈ പറഞ്ഞ അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള ചില സർഫസുകളാണ് അല്ലെ. ഇതിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ, അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്, ഡിവൈസസ് ആണ് കേട്ടോ. അതായത് ഉപകരണങ്ങള്. എന്താണ് ദക്ഷിണ ഫ്ലോറ കൊണ്ട് പറയുന്നത് അല്ലെ. ഫ്ലോറ എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ പേഷ്യന്റിന്റെ ശരീരത്തിനകത്ത് തന്നെയുള്ള എന്താണ് സൂക്ഷ്മ രോഗാണുക്കൾ മൂലം നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ചെറിയ രീതിയിൽ ചെറിയ അളവിൽ ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, ഓക്കെ, ഫംഗസുകളുണ്ട്, ചിലതരം പാരസൈറ്റുകൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. ആ രീതിയിൽ ഒരു ഹെൽത്തി പേഴ്സന്റെ ശരീരത്തിനകത്ത് ജീവിക്കുന്ന ഈ സൂക്ഷ്മ രോഗാണുക്കളുടെ ഒരു കൂട്ടം, അതിനെയാണ് നമ്മൾ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയ ബെഞ്ചിലൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള ഒരു കൂട്ടം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിന്റെ ആ ഒരു കളക്ഷൻ, അതിന്റെ ഒരു കൂട്ടത്തിനെയാണ് നമ്മളിവിടെ ഇവിടെ പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അണുക്കളെ വഹിക്കാൻ സാധ്യതയുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കള്, അതൊക്കെ തുണിത്തരങ്ങളാവാം, പാത്രങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും യൂട്ടൻസിൽസ് ആയിരിക്കാം, അങ്ങനെയുള്ള പ്രതലങ്ങൾ വഴി ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവും കേട്ടോ. പിന്നെ പറയുന്നത് ഡിവൈസസ്. അറിയാലോ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഡിവൈസസുകള് എന്താണ്, അതെ കേട്ടോ, ശരണ്യ കറക്റ്റ്. ഇത് അതെ കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ ശരണ്യ, അതെ. അടുത്തത് ഡിവൈസസ്
ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ കേട്ടോ. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ഡിവൈസസുകള്, ഉപകരണങ്ങള്, ഡ്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ സക്ക് ചെയ്ത് കളയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യാന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മൾ ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. ചെറിയ ട്യൂബ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഡ്രെയിൻ ചെയ്ത് കളയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഡ്രെയിൻസുകള് ആൻഡ് കത്തീറ്ററുകൾ, നമ്മൾ ഡയാലിസിസ് ഒക്കെ പറഞ്ഞല്ലേ, അപ്പോഴൊക്കെ നമ്മളൊരു ഇൻസിഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കത്തീറ്റർ ഒക്കെ നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറ്റുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ ഈ പറയുന്ന അണുക്കൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതൊക്കെ എന്താണ്? സോഴ്സുകളാണ്. ഓക്കെ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മറ്റുള്ള പേഷ്യൻസ്, അതർ പേഷ്യൻസ് അതൊരു സോഴ്സ് ആണ്. വിസിറ്റേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ പേഴ്സൺസ് അല്ലെ, പിന്നെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ്, നോർമൽ ഫ്ലോറ, ഫോർമൈറ്റ് കണ്ടാമിനേഷൻ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ കേട്ടോ. ഡിവൈസസ് ഉപകരണങ്ങളാണ് കേട്ടോ. ഉപകരണങ്ങള് അവിടേക്ക് ഈ അണുക്കളൊക്കെ നമ്മൾ വേണ്ട വിധത്തിൽ അത് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഈ അണുക്കൾ വരാനുള്ള ചാൻസസ്. നമ്മൾ കോവിഡ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, അപ്പൊ നമുക്കറിയാം നമ്മൾ ഓരോ സമയം ഓരോ ചെയ്യുമ്പോൾ നമ്മൾ കൈ വാഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സാനിറ്റൈസർ വെച്ച് കൈ പ്യൂരിഫൈ ചെയ്യുന്നു. എന്തിനാ? നമ്മൾ തൊടുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന അണുക്കളൊക്കെ വഹിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഓക്കെ, അതുപോലെയുള്ളതാണ് ഡിവൈസസ്. ഡ്രെയിൻസ് എന്ന് പറയുന്ന ട്യൂബുകളാണ്. ട്യൂബ്സ് എന്ന് വെച്ചാൽ നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സുകൾ റിമൂവ് ചെയ്ത് കളയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബുകളുണ്ട്, വാക്വം ട്യൂബ്സുകളൊക്കെ ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഡ്രെയിൻസ് കേട്ടോ. പിന്നെ കത്തീറ്റർ നമുക്കറിയാലോ, നമ്മൾ ഡയാലിസിസ് ഒക്കെ പഠിച്ചതാണ്, നമുക്കറിയാം. ദിസ് ഇസ് സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് ആണ്. ഇതൊക്കെ നമ്മളിപ്പോ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ, സിവിയർ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളിലൂടെ യൂറിനറി ട്രാക്റ്റിലൂടെ കത്തീറ്ററും മറ്റൊക്കെ നമ്മൾ കയറ്റും. അപ്പൊ ഇതിലൂടെ പുറത്തു നിന്നുള്ള അണുക്കൾ ഇത്തരം എന്താ പറയുക ട്യൂബ്സിലൂടെയൊക്കെ ശരീരത്തിനകത്തോട്ട് പ്രവേശിക്കാനുള്ള സാധ്യത കേട്ടോ. ഓക്കെ, ഇത്രയുള്ള സോഴ്സ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തതാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് who is at the risk for nosocomial infections കേട്ടോ. ഇനി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങള്, അല്ലെങ്കിൽ അതിന് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. Those who are admitted to a healthcare facility are at a risk of contracting AHA. അതായത് ശരിക്കും പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഏതൊരു പേഷ്യന്റിനും ഈ പറയുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ അത് പുറത്തധികം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല കേട്ടോ. ശരിക്കും അതൊരു ഭയങ്കര ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അതുമൂലം ആളുകൾ മരണപ്പെടാറ് വരെയുണ്ട്. പക്ഷെ അത് അധികം അങ്ങനെ പുറത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും സാനിറ്റൈസ് ചെയ്ത് അത്രയും നമ്മൾ വളരെ നീറ്റായിട്ട് വെക്കുന്നതിന്റെ കാര്യം അതാണ്. കാര്യം ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി അവിടെ നിന്ന് തന്നെ ഇൻഫെക്ഷൻസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും CSST പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അത്രയും നീറ്റ് ആൻഡ് വളരെ സാനിറ്റൈസ് ആയിട്ട് വേണം ഹോസ്പിറ്റലൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ആൾസോ ഡിപ്പെൻഡ് ഓൺ. നോക്കുക കേട്ടോ, ആർക്കൊക്കെയാണ് എങ്ങനെയുള്ള സാഹചര്യങ്ങൾ, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ഇൻഫെക്ഷനുള്ള റിസ്ക് ഉള്ളത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തത് പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. നമുക്കറിയാലോ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് അല്ലെ. അതായത് പേഷ്യന്റിന്റെ ആ ഒരു റൂംമേറ്റിന്, പേഷ്യന്റുമായിട്ട് ആ റൂം പങ്കിടുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് ജലദോഷം, ചുമയും പനിയൊക്കെ വന്നാൽ നമുക്കും വരും അല്ലെ. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ കയറിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്, പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന അവരുടെ റൂം പങ്കിടുന്ന വ്യക്തികൾക്കൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്? ഏജ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഏജ്. വയസ്സ്, പ്രായം അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. particularly if the patient is more than 70 years old. അതായത് പ്രായം ചെന്നിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് എന്താണ് 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ. അപ്പൊ നമുക്ക് തന്നെ ഊഹിക്കാം, പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അവരുടെ പ്രതിരോധ ശക്തി കുറവായിരിക്കും, അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് അവർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഒരു ഫാക്ടർ ഏജ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് ഹൗ ലോങ് put in has been using antibiotics കേട്ടോ. അതാണ്, അതായത് യൂസ് ഓഫ്
ആന്റിബയോട്ടിക് കേട്ടോ, അതായത് ആന്റിബയോട്ടിക്സിന്റെ യൂസേജ്. നമുക്കറിയാം ആന്റിബയോട്ടിക്സ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ ഓടിപ്പോയി നമ്മൾ എഴുതേണ്ടി കഴിക്കേണ്ട ഒരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. നമ്മൾ ഫാർമസിയിൽ പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ ഇത്തരം ആന്റിബയോട്ടിക്സുകൾ നമ്മൾ കൂടുതൽ കാലം, കുറെ കാലങ്ങളോളം നമ്മൾ യൂസ് ചെയ്യാണെന്നിരിക്കട്ടെ, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, ഈ രോഗാണു, നമുക്കറിയാം ഒരു രോഗാണുവിനെ നശിപ്പിക്കാനായിട്ടായിരിക്കും നമ്മളൊരു ആന്റിബയോട്ടിക്സ് കോഴ്സ് നമ്മൾ എടുക്കുന്നത്. നമ്മളിങ്ങനെ കുറെ കാലങ്ങളോളം ഈ ആന്റിബയോട്ടിക്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വെല്ലുന്ന തരത്തിലുള്ള രോഗാണുക്കള് നമ്മൾ ഈ പറയുന്ന പോലെ ജനറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണല്ലോ ഡാർവിന്റെ സിദ്ധാന്തമൊക്കെ അതിനകത്ത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു രോഗാണുവിനെ നശിപ്പിക്കാനായിട്ട് നമ്മളൊരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നു, അത് കൂടുതൽ കാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വരുന്നത് അതിനേക്കാളും ആ ഒരു മരുന്നിനെ വെല്ലാൻ സാധിക്കുന്ന രീതിയിലുള്ള രോഗാണുക്കളായിരിക്കും പിന്നീട് സർവൈവ് ചെയ്യാൻ, അത് സർവൈവ് ചെയ്തിട്ടുള്ള രോഗാണുക്കളായിരിക്കും, അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പിന്നീട് വരാൻ പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പറയുന്ന യൂസ് ഓഫ് ആന്റിബയോട്ടിക്സ്, നമ്മൾ ഒരുപാട് കാലം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോക്കൂ, വെദർ ദ പേഷ്യന്റ് ഹാസ് യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. അതായത് യൂസ് ഓഫ് കത്തീറ്റർ, അതായത് നമ്മൾ കത്തീറ്റർ എന്താ പറയാ ഉള്ള പേഷ്യൻസ്, പ്രത്യേകിച്ച് കത്തീറ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന അണുക്കള്, ഈ പറയുന്ന റിസ്ക് ഉണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ലെങ്തി ICU സ്റ്റേസ്, നമ്മൾ കൂടുതൽ കാലം ഈ പറയുന്ന ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ആ ഒരു ഡ്യൂറേഷൻ ഒക്കെ കൂടുകയാണെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് വെദർ ദ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ, എനി ട്രോമ. അതുപോലെ തന്നെ കോമയിൽ ഇരിക്കുന്ന പേഷ്യന്റ്, ട്രോമാറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസ്, അവർക്കൊക്കെ കൂടുതൽ കാലം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ കോമയിൽ ഇരിക്കുന്ന പേഷ്യൻസ്, ഇവർക്കൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ത്രെട്ടൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് വളരെ വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ ശക്തിയുള്ള ആളുകൾക്കും വളരെ വീക്ക് പ്രതിരോധ സിസ്റ്റം ഉള്ള ആളുകൾക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ആരൊക്കെയാണ് റിസ്കി ആയിട്ട് നമ്മൾ പറയുന്നത്? ഒന്ന് പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റ്, പിന്നെ ഏജ്ഡ് പേഴ്സൺസ് അല്ലെ, അതായത് കൂടുതൽ പ്രായമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ കൂടുതൽ കാലം നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ യൂറിനറി കത്തീറ്ററുകളൊക്കെ ഘടിപ്പിക്കുന്ന സമയത്ത്, കൂടുതൽ ലെങ്തി ആയിട്ട് ICUവിൽ സ്റ്റേ ചെയ്യുന്ന പേഷ്യൻസിന്, പിന്നെ കോമയിൽ ഇരിക്കുന്ന പേഷ്യന്റ്, ട്രോമ പേഷ്യൻസ്, പിന്നെ വളരെ വീക്ക് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ള പേഷ്യൻസിനൊക്കെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതിനെ പറയുന്ന മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു. നോസോകോമിയൽ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്. അതിന്റെ അർത്ഥം ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് എപ്പോഴൊക്കെയാണ് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല, ടൈം വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. പൊതുവായിട്ട് കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സുകൾ, ഏതെല്ലാം സോഴ്സുകളിലൂടെയാണ് ഒരു ഇൻഫെക്ഷൻ നമുക്ക് വരുന്നത്, അതുപോലെ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഇൻഫെക്ഷൻ വരാനുള്ള റിസ്ക് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, ഇതുവരെ ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് നമുക്ക് കേട്ടോ. ഒന്ന് വായിക്കേ. ഓക്കെ ആണല്ലോ, ഇത്ര വരെയുള്ള ഭാഗങ്ങൾ ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക്
അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന രീതിയാണ് കേട്ടോ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ്. ഏതൊക്കെ രീതിയിലാണ് നമുക്കറിയാം അല്ലെ? ഈ പറയുന്ന വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പാരസൈറ്റ്സ് ഇങ്ങനെയുള്ള സൂക്ഷ്മ രോഗാണുക്കളാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കേട്ടോ? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് പഠിക്കാനുള്ളത്. 5 രീതിയിലാണ് ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? 5 എണ്ണം. ഫസ്റ്റ് വൺ വരുന്നത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. എന്താണ് കോണ്ടാക്ട് കേട്ടോ? കോണ്ടാക്റ്റിലൂടെ അല്ലെ, സമ്പർക്കത്തിലൂടെ. അത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? കോണ്ടാക്റ്റിലൂടെ, ട്രാൻസ്മിഷൻ ത്രൂ കോണ്ടാക്ട് കേട്ടോ. കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ നടക്കാം. പിന്നെ വരുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. മൂന്നാമത്തത് എയർബോൺ ട്രാൻസ്മിഷൻ. എന്താണ് എയർബോൺ ട്രാൻസ്മിഷൻ. നാലാമത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അഞ്ചാമത്തത് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. അതാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ക്ലിയർ ആയോ? അപ്പൊ 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ്. ഏതൊക്കെയാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, പിന്നെ അടുത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, മൂന്നാമത്തത് എയർബോൺ ട്രാൻസ്മിഷൻ, നാലാമത്തത് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, ഫിഫ്ത്ത് വൺ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒന്നാമത്തെ നോക്കിയേ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതായത് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ത്രൂ ദ കോണ്ടാക്ട്. അതായത് കോണ്ടാക്റ്റിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. അത് തന്നെ 2 സബ് ഡിവിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഇനി അതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ്, മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഏറ്റവും കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന മെത്തേഡ് ഏതാണ്, മോഡ് ഏതാണെന്ന് വെച്ചാൽ കോണ്ടാക്ട് ആണ് അല്ലെ? കോണ്ടാക്റ്റിലൂടെയാണ് കൂടുതലും എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് കോമൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? അതേതാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഓക്കെ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ is divided into 2 subgroup കേട്ടോ. 2 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഓക്കെ, എന്താ നോക്കാം. This consists of a direct surface to body surface contact and a physical shifting of microorganisms between a host and an infected or colonized. അല്ലെ? എന്താണ് പറയുന്നത്? ട്രാൻസ്മിഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് വഴി അല്ലെ? ഡയറക്റ്റ് നമ്മൾ നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന വഴിയായിട്ട് നമുക്ക് എന്ത് വരികയാണ്? ഈ പറയുന്ന ട്രാൻസ്മിഷൻ അവിടെ നടക്കുകയാണ്. അതാണ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് സർഫസ്, ബോഡി സർഫസ് കോണ്ടാക്ട് അവിടെ നേരിട്ട് വരികയാണ് അല്ലെ? അങ്ങനെ. അപ്പൊ സർഫസ് ടു ബോഡി സർഫസ്, ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം ബിറ്റ്വീൻ എ ഹോസ്റ്റ് ആൻഡ് എൻ ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രോഗാണു ആരുടെ ശരീരത്തിലോട്ടാണോ പ്രവേശിക്കുന്നത് അയാളാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫെക്റ്റഡ് പേഴ്സൺ ഉണ്ട്, രോഗബാധിതനായിട്ടുള്ള വ്യക്തിയുണ്ട്. അയാളിൽ നിന്നുള്ള രോഗാണു ആരുടെ ശരീരത്തിലേക്കാണോ എൻട്രി ചെയ്യുന്നത്, ആരുടെ ശരീരത്തിലേക്കാണോ ആ രോഗാണു പ്രവേശിക്കുന്നത്, അവരാണ് ഹോസ്റ്റ് കേട്ടോ. ഓക്കെ, ഈ ഹോസ്റ്റിനും ഇൻഫെക്റ്റഡ് പേഴ്സൺസിനും ഇടയിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ എന്ത് സംഭവിക്കുകയാണ്? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്? സച്ച് ആസ് വെൻ എ പേഴ്സൺ ടേൺസ് എ പേഷ്യന്റ്. ഇപ്പൊ നമ്മള് പേഷ്യന്റിനെ പിടിച്ചിട്ട് പേഷ്യന്റിനെ നമ്മള് അവര് എണീക്കാൻ സാധിക്കും, അവരുമായിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വരുമ്പോഴൊക്കെ ഈ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഗീവ്സ് എ ബാത്ത്, അപ്പൊ അവരെ കുളിപ്പിക്കുക, അവരെ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ഓർ ഡസ് അതർ പേഷ്യന്റ് കെയർ ജോബ്സ് ദാറ്റ് നീഡ് ദ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട്. ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് ആവശ്യമായിട്ട് വരുന്ന ഏത് രീതിയിലും നമ്മൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു ട്രാൻസ്മിഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ എന്ന് പറയുമ്പോൾ രോഗിയുമായിട്ട് നമുക്ക് നേരിട്ട് സമ്പർക്കം വരുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് സമ്പർക്കം വരുന്നുണ്ട്.
എന്ന് പറഞ്ഞാല് ഇപ്പൊ രോഗിയുടെ എന്തെങ്കിലും വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച മറ്റെന്തെങ്കിലും സിറിഞ്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടേന്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും അവരുപയോഗിച്ച വസ്തുക്കളിൽ നിന്ന് അതുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയാണ്, ഈ പറയുന്ന ട്രാൻസ്മിഷൻ അവിടെ നടക്കുകയാണ്. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട്. ദാറ്റ് മീൻസ് നമ്മൾ നേരിട്ട് രോഗിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നില്ല, പക്ഷെ രോഗി ഉപയോഗിച്ച വസ്തുക്കളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്, ഇൻഫെക്ഷൻ വരികയാണ്. അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അപ്പൊ ഒന്ന് വായിക്കാൻ നമുക്ക്. This consists of contact of a susceptible host with a tainted intermediate object. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് കേട്ടോ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The transmission of microorganisms through the tainted intermediate object. Tainted എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള അർത്ഥമാണ് കേട്ടോ. മലിനമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് വഴിയായിട്ട്, ലൈക്ക് നോക്കിയേ കണ്ടാമിനേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ്, രോഗിയുമായിട്ട് ടച്ച് വരുന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സോ നീഡിൽസോ അല്ലെങ്കിൽ ഡ്രസ്സിങ്സ്, ചിലപ്പോൾ അവരുടെ വസ്ത്രങ്ങളായിരിക്കാം, ഓർ ടേന്റഡ് ഗ്ലൗസ്. സസെപ്റ്റബിളിന്റെ മീനിങ് അറിയണോ? സാധ്യതയുള്ള എന്നുള്ള അർത്ഥമാണ് കേട്ടോ. This consists of contact of a susceptible host. Susceptible means സാധ്യതയുള്ള, പ്രോബബിലിറ്റി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അതായത് വരാൻ എങ്ങനെയൊക്കെ സാധ്യതയുണ്ട്? ടേന്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് ആണ് കേട്ടോ. അത് ടേന്റഡ് എന്ന് വെച്ചാൽ മലിനമാക്കപ്പെട്ട ഒബ്ജക്റ്റുകളിലൂടെ, വസ്തുക്കളിലൂടെ. എങ്ങനെയുള്ള വസ്തുക്കളാണ് നോക്കി? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, മലിനമാക്കപ്പെട്ട ഇൻസ്ട്രുമെന്റുകളാവാം, നീഡിൽസുകളാവാം, ഡ്രസ്സിങ്സുകളാവാം. അതുപോലെ തന്നെ ടേന്റഡ് ഗ്ലൗസ് ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ പേഷ്യൻസ്. അപ്പൊ നമ്മള് രോഗികളുടെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത് നമ്മളിപ്പോ നമ്മുടെ ഗ്ലൗസ് ഒരു പേഷ്യന്റുമായിട്ട് കോൺടാക്റ്റിൽ വരും, നമ്മളൊരു ഗ്ലൗസ് ഉപയോഗിക്കുന്നു, ആ ഗ്ലൗസ് നമ്മൾ ഊരാതെ അടുത്തൊരു പേഷ്യന്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, അണുക്കള് വ്യാപിക്കാനുള്ളൊരു ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടേന്റഡ് ഗ്ലൗസ്, ടേന്റഡ് സർഫസസ് ബൈ നീഡിൽസ്, ഡ്രൈഡ് ബ്ലഡ് ദാറ്റ് ട്രാൻസ്മിറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. അതുപോലെ തന്നെ ഡ്രൈഡ് ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവില്ല, അതിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രോഗാണുക്കൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തില് അതുമായിട്ടുള്ള കോണ്ടാക്ട് വഴിയായിട്ട് എന്താ പറയാ, ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാണ്. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ കോണ്ടാക്ട് ട്രാൻസ്മിഷൻ തന്നെ രണ്ട് തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? അതായത് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് വരികയാണ് രോഗിയുമായിട്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് വരാം. ദാറ്റ് മീൻസ് മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. Indirect contact എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ദ ടേന്റഡ് ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് കേട്ടോ, ലൈക്ക് നീഡിൽസ്, ഗ്ലൗസ്, ടേന്റഡ് ഗ്ലൗസ്, ടേന്റഡ് സർഫസസ്, അങ്ങനെയുള്ള വസ്തുക്കളുമായിട്ട് സമ്പർക്കം പുലർത്തുക വഴിയായിട്ടും നമുക്ക് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. ക്ലിയർ ആണോ പറഞ്ഞത്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. അടുത്തത് രണ്ടാമത്തെയാണിത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? ദാറ്റ് മീൻസ് ഡ്രോപ്ലെറ്റ്, ഇപ്പൊ നമ്മള് രോഗി, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവര് പോലും അറിയാതെ എന്താണ് അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ട് അല്ലെ, പറയുന്ന ബോഡി എന്താ പറയുക ശ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുവഴിയായിട്ടും എന്തുണ്ടാവാം, അതിനകത്ത് അണുക്കളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരാറുണ്ട്, ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. അതാണ് droplet transmission. That means transmission of a microorganisms through droplets that is generated by sneezing, coughing. അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ പുറത്തോട്ട് വരുന്ന ഡ്രോപ്ലെറ്റുകൾ വഴിയായിട്ടും ഈ പറയുന്ന ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. The transmission happens when droplets that contain microbes from the infected person are pushed a short distance through the air and deposited on a patient's body. അതായത് അറിയാലോ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അവരിൽ നിന്നൊക്കെ പുറത്തോട്ട് വരുന്ന ഇത്തരം ഡ്രോപ്ലെറ്റുകൾ എന്താണ് ഈ പറയുന്ന മറ്റൊരു വ്യക്തിയിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് അണുക്കൾ ഉണ്ടായിരിക്കും, അത് മറ്റൊരു വ്യക്തിയിലോട്ട് ചെല്ലുമ്പോഴും അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. ഇറ്റ് ഈസ് മെയിൻ ഫ്രം കഫിംഗ് that droplets are generated. പ്രധാനമായിട്ടും ചുമയ്ക്കുമ്പോഴൊക്കെയാണ് ഇത്തരം ഡ്രോപ്ലെറ്റുകൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചുമയ്ക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മൾ വളരെ എന്താ പറയാ, നമ്മള് വല്ലാത്ത രീതിയിൽ ചുമക്കരുത്. നമ്മൾ ചുമയ്ക്കുമ്പോൾ വളരെ ആയിട്ട് വേണം ചുമയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രോപ്ലെറ്റ്സുകളൊക്കെ അതിലൂടെ മറ്റുള്ള ആളുകൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. Okay, it is made from coughing that droplets are generated from the source person and during the performance of certain procedures such as bronchoscopy. അതുപോലെ തന്നെ ചില മെഡിക്കൽ പ്രൊസീജിയർ വഴിയായിട്ടും ഇങ്ങനെ വരാം. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ബ്രോങ്കോസ്കോപ്പി നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് ശ്വസന നാളത്തിലോട്ട് നമ്മൾ കടത്തിവിടുന്ന നമ്മൾ എൻഡോസ്കോപ്പി പറഞ്ഞില്ലേ, എന്നതുപോലെ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉൾഭാഗങ്ങളൊക്കെ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എൻഡോസ്കോപ്പി പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുന്ന ട്യൂബ്സുകളാണ് കേട്ടോ. അതിൽ ലൈറ്റും ക്യാമറയൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് ഈ പറയുന്ന ഇന്റേണൽ ഇമേജസ് പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന മെഡിക്കൽ പ്രൊസീജിയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം പ്രൊസീജിയറുകളുടെ സമയത്തും ഇങ്ങനെയുള്ള എന്ത് ചെയ്യപ്പെടാറുണ്ട്, ട്രാൻസ്മിഷൻ നടക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തത് ഒന്നുമില്ല. ഇതിനകത്ത് പ്രധാനമായിട്ടും ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ത്രൂ ഡ്രോപ്ലെറ്റുകൾ, ഡ്രോപ്ലെറ്റ് ദാറ്റ് ആർ ജനറേറ്റഡ് ബൈ സ്നീസിംഗ്, കഫിംഗ് ആൻഡ് മെഡിക്കൽ പ്രൊസീജിയർ ലൈക്ക് ബ്രോങ്കോസ്കോപ്പി പോലുള്ള മെഡിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഇത്തരം ഡ്രോപ്ലെറ്റുകൾ ഫോം ചെയ്യാറുണ്ട്. അതുവഴിയായിട്ടും മൈക്രോ ഓർഗാനിസംസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ? ഓക്കെ, അതാണ് കേട്ടോ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. അടുത്തതാണ് മൂന്നാമത്തെയാണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ ഇതുപോലെ തന്നെയാണ്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വരുന്ന ഡ്രോപ്ലെറ്റുകൾ കുറച്ചധികം സമയം വായുവിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഓക്കെ, വായുവിൽ ഇങ്ങനെ കുറച്ചധികം സമയം തങ്ങി നിൽക്കും. അതുകൂടാതെ നമ്മുടെ വായുവിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, പൊടിപടലങ്ങള്, അതുവഴിയായിട്ടും നമുക്ക് ഈ പറയുന്ന ഇത് വരുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കാം, ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയേ എന്താ പറയാ ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം or dust particles that contain the infectious agent. Okay, dissemination എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യാപനം എന്നാണ് കേട്ടോ. സ്പ്രെഡ് ചെയ്യാം കേട്ടോ. എഴുതി വെച്ചോളൂ കേട്ടോ. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. Dissemination can be either airborne droplet nuclei. എന്താണ് airborne droplet nuclei എന്ന് പറഞ്ഞാൽ? A small particle residue of droplet that contain microorganism which remain suspended in the air for a long period of time. നമ്മൾ നേരത്തെ ഡ്രോപ്ലെറ്റ് പറഞ്ഞില്ലേ, അതേ ഡ്രോപ്ലെറ്റുകൾ തന്നെ അതിനകത്ത് അണുക്കൾ ഉണ്ടായിരിക്കും. ഇത് എന്ത് ചെയ്യും? നമ്മുടെ വായുവിനകത്ത് ഇതിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ കുറച്ചധിക സമയം തങ്ങി നിൽക്കും. ഓക്കെ, എന്നിട്ട് അതുവഴിയായിട്ട് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യപ്പെടാം? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാം. അല്ലെങ്കിൽ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ഇൻഫെക്റ്റീസ് ഏജന്റ്, അതല്ലെങ്കിൽ പൊടിപടലങ്ങളിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്റ്റീസ് ഏജന്റ്സിന് വഹിക്കുന്ന പൊടിപടലങ്ങളിൽ നിന്നും ഇത്തരം ട്രാൻസ്മിഷൻ നടക്കാം. അതാണ് എയർബോൺ ട്രാൻസ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ? അടുത്തതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അത് വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത് മൂന്നും നിങ്ങൾ നല്ലോണം വായിക്കുക കേട്ടോ. അതൊക്കെയാണ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലോണം വായിക്കാം കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാല് വ്യാപനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വ്യാപനം ഡിസെമിനേറ്റ് ചെയ്യപ്പെടാന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യാന്നുള്ള മീനിങ്ങാണ് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ എന്നുള്ള ഭാഗത്തിൽ ഫോമേറ്റ് കണ്ടാമിനേഷൻ ഒന്ന് പറഞ്ഞുതരോ? ഏതാണ് ഫോമേറ്റ് കണ്ടാമിനേഷൻ? ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ അണുക്കള് വഹിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ടാവില്ലേ, ജീവനില്ലാത്ത വസ്തുക്കൾ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങള് അല്ലെങ്കിൽ പാത്രങ്ങള്, ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വല്ല മേശയോ കസേര, പേഷ്യന്റ് ഉപയോഗിക്കുന്ന മേശ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന കസേര, അതെന്നൊക്കെ പറഞ്ഞ അവിടെയൊക്കെ ഇവര് തൊടുന്ന സമയത്ത് ഇവരിൽ നിന്നുള്ള അണുക്കളൊക്കെ അവിടെ പറ്റിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ പോയി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കും അതിലൂടെ എന്ത് വരും? ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ അണുക്കളെ വഹിക്കുന്ന നിർജീവമായിട്ടുള്ള ജീവനില്ലാത്ത വസ്തുക്കൾ, അതിപ്പോ തുണിത്തരങ്ങളാവാം, എന്തെങ്കിലും മേശയോ കസേര, അതിന്റെയൊക്കെ സർഫസുകളൊക്കെ അതിന്റെ ഭാഗമാണ് കേട്ടോ. അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാമെന്നാണ് പറയുന്നത്. ക്ലിയർ? അതാണ് കേട്ടോ ഫോമൈറ്റ് കണ്ടാമിനേഷൻ. നോർമൽ ഫ്ലോറ അതെന്ന് പറയൂ. നോർമൽ ഫ്ലോറ
എന്ന് പറഞ്ഞ പേഷ്യന്റ് എന്നാണ് കേട്ടോ. പേഷ്യൻസ് എന്നുള്ളതിന് ചുരുക്കി എഴുതിയേക്കാണ് കേട്ടോ. PT പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ അകത്ത് തന്നെ, അവരുടെ ശരീരത്തിനകത്ത് തന്നെയുള്ള സൂക്ഷ്മ രോഗാണുക്കൾ വഴിയായിട്ടും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ വൈറസുകളും ബാക്ടീരിയകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. ഇതൊരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇൻഫെക്ഷൻസ് വരും. മനസ്സിലായോ? അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ലിവ് ഇൻസൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന ചില സൂക്ഷ്മ രോഗാണുക്കളുണ്ട് കേട്ടോ. അതുവഴിയായിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ മാം, മനസ്സിലായി. അപ്പൊ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇത്ര എടുത്ത വാക്കുകൾ നല്ലപോലെ വായിക്കാം കേട്ടോ. ശരി, താങ്ക് യു. Thank you, ma'am.